ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രശ്മിസ് വേൾഡ്. അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒക്ടോബർ 3 പുലർച്ചെ 4 മണി ആയോ? ഓക്കെ, 4 മണിയായി, കറക്റ്റ് 4 മണിയായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അവന് 8:45 ഫ്ലൈറ്റ് ടൈം എഴുതിയിട്ടുള്ളത് ടിക്കറ്റിൽ. അപ്പോൾ ഇറങ്ങാൻ നിൽക്കണം. അപ്പോൾ എല്ലാവരും റെഡിയായി. അപ്പോൾ നമുക്കിനി ഇറങ്ങാം. അപ്പോൾ നമുക്ക് പതിയെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. ഇനി ജസ്റ്റ് ഇറങ്ങേണ്ട കാര്യം കൂടിയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ ആകെ ഡള്ളായിട്ടാണ് സംസാരിക്കണേ. ഒന്നാമത് ഈ ഒരു ടൈം പുലർച്ചെ 3 മണിക്ക് അങ്ങോട്ട് ഞങ്ങൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ആരും നമ്മൾ സ്മാർട്ടായിട്ട് ഉഷാറായിട്ട് ഇരിക്കില്ലല്ലോ സംസാരത്തിൽ. അത് പിന്നെ സിറ്റുവേഷൻ ഇതാണല്ലോ. അവൻ വീണ്ടും പോവുകയാണല്ലോ. ഇനിയിപ്പം 2 കൊല്ലത്തിന് ശേഷമെങ്ങാനും ചിലപ്പോൾ വരുള്ളൂ. ചിലപ്പോൾ 1 കൊല്ലത്തിന് ശേഷം വരുമെന്ന് അറിയില്ല. 2 കൊല്ലം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോണത്. ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമ്മളവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര മണി? 4 മണി ആയിട്ടുണ്ട്. കറക്റ്റ് 4 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഇതുപോലെ പ്രാർത്ഥിച്ച് പൈസയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവൻ കൊണ്ടാക്കി തരും. അപ്പം ഞങ്ങളും കൂടെ ഈ ഒരു ടൈമല്ലേ, വേറെ ഫ്രണ്ട്സിനൊന്നും ഏൽപ്പിക്കാതെ നമുക്ക് തന്നെ പോവാന്നുള്ളൊരു പ്ലാൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊച്ചി എയർപോർട്ടിലേക്ക് അത്യാവശ്യം ദൂരമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ചെറുതായിട്ട് ഉറങ്ങിയിട്ടാ. അമ്മയും കുഞ്ഞിപ്പെണ്ണും പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ മുതലുള്ള ഉറക്കമായിരുന്നു. പിന്നെ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എയർപോർട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ നമ്മൾ എൻ്റെ അനിയൻ്റെ വുഡ്ബീനെ അതുപോലെ അവളുടെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാറിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് വീണ്ടും തുടർന്ന് പോവുകയാണ് കേട്ടോ. എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മയൊക്കെ കൂടെ എന്തൊക്കെയോ സാധനങ്ങൾ അവന് വേണ്ടി പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ലഗേജിൽ ആ സാധനങ്ങൾ അവൻ എടുത്ത് വെക്കുകയാണ്. നമ്മൾ വന്ന് കാറ് അവിടെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാമോയിനെ സഹായിക്കുന്ന മെയിൻ കയ്യാൾ ഇവൻ തന്നെയായിരുന്നു കേട്ടോ. ഇവനാണ് മാമോയിനെ കൊണ്ടാക്കാനും ഈ പറഞ്ഞ പോലെ പെട്ടി വലിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്നത്. കൂടെ ഓരോ സംശയങ്ങളും മാമോയി പോണതിനെ പറ്റിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കലായിരുന്നു മെയിൻ പണി. സൂപ്പർ. അയ്യോ പൊന്നാ, മാമോയി പോവാണോ? കുഞ്ഞിപ്പേൻ മാമോയി പോവാണോ പൊന്നാ? അയ്യോ, ഓ ഗോഡ്. വേഗം പോയോ? അവർ തുടങ്ങി. ഇവിടെ കുഞ്ഞിപ്പെണ്ണും അമ്മമ്മയും കൂടെ മാറി മാറി ഉമ്മ വെച്ച മത്സരമാണ്. ഞാനിവിടൊക്കെ മാറി നിന്ന് സൈലൻ്റായിട്ട് അമ്മ കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണു നിറഞ്ഞു. പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യുമല്ലോ ഇവനെല്ലാവരോടും യാത്ര പറയുമ്പോഴൊക്കെ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ആ ഒരു സമയത്ത്, അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സൈലൻ്റായിരുന്നു. പെട്ടെന്നൊരു
ആണോ ആണോ? കുറച്ച് നേരമായി അച്ഛനും മോനും കൂടെ അവിടെ പോയി ഇങ്ങനെ നോക്കി നിൽക്കണം. എൻ്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് എന്ത് 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 അപ്പോൾ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഡിലേയാണ് എന്തായാലും. ഇവിടുന്ന് 8:45 ഫ്ലൈറ്റ് എടുക്കുന്നതാണ് ടിക്കറ്റിലുള്ളത്. പക്ഷേ ടൈം തെറ്റി. ഞങ്ങൾ ഇവിടെ ചോദിച്ച് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ ഫ്ലൈറ്റ് എടുക്കുന്നത് 11:45 പറഞ്ഞു. 8:45 ഫ്ലൈറ്റ് എടുത്തിട്ട് 11 മണിക്ക് അവിടെ എത്തും, മസ്കറ്റിലെത്തും, ലാൻഡ് ചെയ്യുന്നതാണ് ടിക്കറ്റിലുണ്ടായിരുന്നത്. പക്ഷേ അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷനും വന്നില്ല. എന്താ ചെയ്യാം? നമ്മളിവിടെ പറഞ്ഞ പോലെ 5:45 നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി, മുകളിലേക്ക് കയറി വന്നു. അപ്പം അങ്ങനെയായിട്ട് നിൽക്കണു. അപ്പോൾ നമ്മളിവിടെ പോസ്റ്റായിട്ട് കുഴപ്പമില്ല. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി എന്ന് കണ്ടപ്പോൾ തന്നെ അച്ഛൻ റിച്ചോട്ടിനെയും വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു പോപ്കോണോ അതിനെന്തോ അവൻ മതി എന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചു കൊടുത്തു. അപ്പം ഞാൻ പിള്ളേരെയും കൊണ്ടുവന്നിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ വന്നിരുന്നു കഴിച്ചു. പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം, എന്നിട്ട് പുറത്ത് പോയിട്ട് ചായ കുടിക്കണം. ഇവിടുത്തെ ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ചായ മാത്രം കുടിച്ചു നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട്, കാരണം എല്ലാവർക്കും വിശക്കുണ്ട്. അവനും പറഞ്ഞു വിശക്കുന്നുണ്ട്, പിള്ളേരും പറയുന്നുണ്ട് വിശക്കുന്നുണ്ട്. നേരത്തെ എഴുന്നേറ്റല്ലേ. അപ്പോൾ നമ്മളിവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാട്ടോ. എന്നിട്ട് പുറത്തൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ നമുക്ക് തിരിച്ചു വരാം. അതിനുള്ള സമയം ഉണ്ടല്ലോ. അപ്പോൾ അതാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് എയർപോർട്ടിൻ്റെ പുറത്തോട്ട് വന്നേക്കണം. അവിടെ ഉള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ കടയിൽ കയറിയപ്പോഴാണ് നമുക്ക് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വല്ലതും കിട്ടിയത്. അപ്പം, പൊറോട്ട, ചപ്പാത്തി ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് പിള്ളേർക്ക് തിരിച്ചു പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് അങ്ങനെ വീണ്ടും നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പണിമിറ്റേ മാമോയി പോണു മതി. ടാറ്റ. ഓക്കെ. റിച്ചിട്ടാ ബായ് വരുന്നു. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് അധികം നേരം യാത്ര പറഞ്ഞങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. കാരണം ഇവിടെ നോ പാർക്കിംഗ് ആണ്. അപ്പം അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവന് ഉള്ളിലേക്ക് കയറുകയെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം അധികമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് 8 മണിയോ 8:15 കണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അത് അവൻ്റെ പോണു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് തിരിച്ചു പോന്നു.
അവനാണെങ്കിൽ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ കൈപ്പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് വണ്ടി ജസ്റ്റ് മൂവ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്കും അമ്മയ്ക്കും കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ കാറിൽ നിന്ന് ഭയങ്കര കരച്ചിലും ഇതൊക്കെയായിരുന്നു. അമ്മ കുറച്ച് ഏറെ ഇരുന്ന് കരഞ്ഞു. ഞാൻ പിന്നെ വേഗം കരച്ചിലൊക്കെ മാറ്റി പിള്ളേരോടൊക്കെ വർത്താനം പറഞ്ഞു തുടങ്ങി. അങ്ങനെ അവൻ പോയി. തിരിച്ചു പോരുന്ന വഴിക്ക് അനുവിനെയും അമ്മേനെയും അവരുടെ വീടിൻ്റെ അടുത്തായിട്ടൊന്ന് ഇറക്കി കൊടുത്തു. പിന്നെ നമ്മൾ നേരിട്ട് തിരിച്ചു പോന്നു. ആ തിരിച്ചു വരവിലും എല്ലാവരും ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ കാര്യമായിട്ട് ഉറങ്ങിയില്ല, പക്ഷേ ബാക്കിയുള്ള എല്ലാവരും നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നുമില്ല. വീട് എത്തിയപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ നമ്മളങ്ങനെ വീണ്ടും വീട്ടിലേക്ക് എത്തി. അപ്പോൾ അവനില്ലാതെ ആ വീട്ടിലേക്ക് വന്ന് കയറിയപ്പം ആകെ ഒരുമാതിരി നമുക്ക് വല്ലാത്തൊരു ഫീൽ തോന്നി കേട്ടോ. പിന്നെ അവൻ്റെ ബൈക്കും ഒക്കെ അവിടെ അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ അതിലേറെ വിഷമമായി. പിന്നെ കുറേ നേരം അകത്ത് കയറാണ്ട് ഉമ്മർ തന്നെ ഇരുന്നിട്ട് നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടായ ഓരോ അവനുമായിട്ടുണ്ടായ സംസാരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് നിൽക്കുമായിരുന്നു. ഡ്രസ് പാക്ക് ചെയ്യുന്നതും ഓരോ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചൊറിഞ്ഞ് ഇരിക്കേണ്ടിയായിരുന്നു അവൻ ഫുള്ള്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത തവണ വരുമ്പോൾ കാണാം. എൻ്റെ മോനാണെങ്കിൽ അതിലേറെ വിഷമത്തിലാട്ടോ മാമോയി പോയതിന്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതവൻ ഫ്ലൈറ്റിൽ കയറിയിരുന്നതിന് ശേഷം അയച്ചു തന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അതുപോലെ അവൻ പോകുന്നത് കറക്റ്റ് സമയം വെച്ച് നോക്കുമ്പോൾ അവൻ പോകുന്നത് തന്നെ ആയിരിക്കണം. ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് സൗണ്ട് കേട്ടപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നിന്ന് നോക്കിയപ്പോൾ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ടു. അപ്പോൾ അതായിരിക്കാനാണ് ചാൻസ്. എനിക്ക് മുൻപും ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ടൈമൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് ഞാനൊരു ചെറിയ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മാമോയി പോണത് കണ്ട ടാറ്റ കൊടുത്ത മാമോയ്ക്ക്. അയ്യോ.